ഹലോ എവരി വൺ, വെൽക്കം ടു കൊടിയൻ. റിയാക്ട് ഇൻട്രക്വസ്റ്റിൻ്റെ പാർട്ട് 2 ആണ് നമ്മളത് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ സിന്തറ്റിക് ഇവൻറ്റ്സ് ഇൻ റിയാക്ട്? സിന്തറ്റിക് ഇവൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസറിലെ നേറ്റീവ് ഇവൻറ്റിൻ്റെ ക്രോസ് ബ്രൗസർ റാപ്പറാണ്. എല്ലാ ബ്രൗസറിലും ഇവൻറ്റിൻ്റെ ബിഹേവിയർ കൺസിസ്റ്റൻ്റ് ആകാൻ വേണ്ടിയാണ് റിയാക്ട് സിന്തറ്റിക് ഇവൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. റിയാക്റ്റിലെ സിന്തറ്റിക് ഇവൻറ്റിൽ നിന്നും ബ്രൗസറിൻ്റെ നേറ്റീവ് ഇവൻറ്റിനെ കിട്ടാൻ വേണ്ടി ഇവൻറ്റ് ഹാൻഡിലിൽ വരുന്ന സിന്തറ്റിക് ഇവൻറ്റ് ഡോട്ട് നേറ്റീവ് ഇവൻറ്റ് ആക്സസ് ചെയ്താൽ നേറ്റീവ് ഇവൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എഴുതുന്ന റിയാക്ട് കോഡ് യൂസേഴ്സ് കൺസ്യൂം ചെയ്യുന്നത് യൂസേഴ്സിൻ്റെ ബ്രൗസറിലൂടെയാണ്. യൂസേഴ്സിന് ഏത് ബ്രൗസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്രോം ആവാം, ഫയർഫോക്സ് ആവാം, ബ്രേവ് ആവാം, ആർക്ക് ബ്രൗസർ ആവാം. അത് യൂസേഴ്സിൻ്റെ ചോയ്സ് ആണ്. പക്ഷേ നമ്മൾ എഴുതുന്ന കോഡ് എല്ലാ ബ്രൗസറിലും ഒരേപോലെ ബിഹേവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് റിയാക്ട് സിന്തറ്റിക് ഇവൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ. പാർട്ട് 1 വീഡിയോയിൽ പ്രിവെൻറ്റ് ഡിഫോൾട്ടിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബേസിക്കലി റിയാക്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ എല്ലാ ബ്രൗസറിലും ഒരേപോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാപ്പർ എഴുതിയിരിക്കുന്നതാണ്. ഇതാണ് സിന്തറ്റിക് ഇവൻറ്റ്സിൻ്റെ യൂസ്. പാർട്ട് 1ലെ കോഡ് ക്ലീനപ്പ് ചെയ്ത് ഇവൻറ്റ് ലോഗ് ചെയ്ത് നോക്കാം. ഇവിടെ ഇവൻറ്റും നേറ്റീവ് ഇവൻറ്റും ആക്സസ് ചെയ്യുകയാണ്. ബ്രൗസറിൽ കാണാം. ഇവൻറ്റിൻ്റെ ഉള്ളിൽ ഒരു കീ ആയിട്ട് നേറ്റീവ് ഇവൻറ്റ് ഓൾറെഡി ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ആ നേറ്റീവ് ഇവൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് പോയിൻ്റർ ഇവൻ്റ് ആണ് ആ നേറ്റീവ് ഇവൻറ്റ്, അതിൻ്റെ ഫുൾ ഒബ്ജക്റ്റും കാണാൻ പറ്റും. വാട്ട് ആർ കണ്ടീഷണൽ എക്സ്പ്രഷൻസ്? JSXൻ്റെ ഉള്ളിൽ കണ്ടീഷണലായിട്ട് കണ്ടന്റ് റെൻഡർ ചെയ്യണമെങ്കിൽ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻലൈൻ ഇഫ് എൽസ് എക്സ്പ്രഷൻ അഥവാ ടേണറി എക്സ്പ്രഷൻ വെച്ച് റെൻഡർ ചെയ്യാം. നമുക്ക് ഈ രണ്ട് മെത്തേഡ് നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണം. ഐറ്റംസ് പറഞ്ഞിട്ട് ഒരു അറേ ഡിഫൈൻ ചെയ്തതിനു ശേഷം അതിനെ JSXലോട്ട് റെൻഡർ ചെയ്യണം. ആ റെൻഡർ ചെയ്യാനായിട്ട് മുമ്പേ ഐറ്റംസിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡബിൾ ആംപർസാൻഡ് അഥവാ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ ഐറ്റംസിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 വേണ്ട, അത് റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. അടുത്ത ടൈപ്പ് ടേണറി കണ്ടീഷണൽ ചെക്കിംഗ് ആണ്. ഐറ്റംസ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അത് മാപ്പ് ചെയ്ത് ഐറ്റംസ് വാല്യൂ റെൻഡർ ചെയ്ത് കാണിക്കുക. അല്ലെങ്കിൽ അതായത് ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് ഐറ്റം എം ടി ആണെന്നുള്ള മെസ്സേജ് കാണിക്കുക. ഹൗ ടു ലൂപ്പ് ഇൻസൈഡ് JSX. ലൂപ്പിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു സെറ്റ് ഓഫ് എലിമെൻറ്റ്സിൽ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിനെ ഇൻഡിവിജ്വലായി ആക്സസ് ചെയ്ത് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി JSXൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൂപ്പ് ചെയ്യുക? നമ്മൾ യൂഷ്വലി ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. JSXലോട്ട് വരുമ്പോൾ അറേ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് മാപ്പ് യൂസ് ചെയ്തിട്ടാണ് JSXൻ്റെ ഉള്ളിൽ ഒരു അറേനെ മാപ്പ് ചെയ്യുക. ഈ എക്സാമ്പിൾ ഐറ്റം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. അതൊരു അറേ ആണ്. അറേയുടെ ഉള്ളിൽ രണ്ട് ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. ID വാൽ തന്നെയാണ് ഈ ഒബ്ജക്റ്റ് രണ്ട് കീസ്. താഴെ JSX പാർട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഐറ്റംസ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ക്വസ്റ്റ്യൻ മാർക്ക്. ഈ കണ്ടീഷൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അവിടെ വരുന്നതാണ് ഐറ്റംസ് ഡോട്ട് മാപ്പ്. അറേ ഡോട്ട് മാപ്പ് എന്ന് എഴുതിയിട്ട് മാപ്പിനുള്ളിലോട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യണം. ഈ ഫംഗ്ഷൻ ഇൻഡിവിജ്വലായിട്ട് ഐട്രേറ്റ് ചെയ്യേണ്ട ഐറ്റത്തിന് പാരാമീറ്ററായിട്ട് റിസീവ് ചെയ്യും, റെൻഡർ ചെയ്യേണ്ട എലമെൻറ്റ് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. വാട്ട് ഈസ് കീ പ്രോപ്പ്? റീകൺസിലിയേഷൻ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കീ പ്രോപ്പ്. റിയാക്ട് റെൻഡർ അല്ലെങ്കിൽ റീ റെൻഡർ ചെയ്യുമ്പോൾ ലൂപ്പ് ചെയ്യുന്ന അറേയിൽ ചേഞ്ച് ആയ ഐറ്റം മാത്രം റെൻഡർ ആക്കാൻ വേണ്ടി പാസ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ് കീ. വാട്ട് ഈസ് വെർച്വൽ ഡോം? വെർച്വൽ ഡോം എന്ന് പറയുന്നത് HTML ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിലെ ഇൻ മെമ്മറി റെപ്രസെൻറ്റേഷൻ ആണ്. ഈ റെപ്രസെൻറ്റേഷനായിട്ട് എപ്പോഴും റിയൽ ഡോം സിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് റീകൺസിലിയേഷൻ എന്നാണ് പറയുക.
റെൻഡർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയും യു ഐ റെൻഡർ ആവുന്നതിൻ്റെയും ഇടയിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. വെർച്വൽ ഡോം റിയാക്റ്റിൻ്റെ റെൻഡറിങ് പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രൗസറിലെ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൻ്റെ ഇൻ മെമ്മറി റെപ്രസെൻറ്റേഷനാണ് വെർച്വൽ ഡോം. സോ ബ്രൗസറിൽ എന്തെങ്കിലും ഡാറ്റ ചേഞ്ച് വരികയാണെങ്കിൽ ഈ ഡാറ്റ വെച്ച് വെർച്വൽ ഡോമിനെ റീറെൻഡർ ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പായി ഈ വെർച്വൽ ഡോം റിയൽ ഡോമായിട്ട് റിയാക്ട് ഇൻറ്റേർണലി കമ്പയർ ചെയ്യും. വെർച്വൽ ഡോമും റിയൽ ഡോമും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായി റിയാക്ട് റിയൽ ഡോമിനെ അപ്ഡേറ്റ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വെർച്വൽ ഡോമിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റംസിനെ മാത്രമേ റിയൽ ഡോമിലോട്ട് ചേഞ്ച് ചെയ്യൂ. എൻ്റയർ റിയൽ ഡോമിനെ റീറെൻഡർ ചെയ്യില്ല. വാട്ട് ഈസ് മെൻ ബൈ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ്? മൾട്ടിപ്പിൾ കോമ്പണൻസ് സെയിം ഡാറ്റ യൂസ് ചെയ്യുന്നെങ്കിൽ കോമൺ പേരൻറ്റ് കോമ്പോണൻറ്റിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്ത് ചൈൽഡ് കോമ്പോണൻസിലോട്ട് ഡാറ്റ പാസ് ചെയ്യുന്നതിനെയാണ് ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് അപ്പ് എന്ന് പറയുന്നത്. കോഡ് ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. ഒന്ന് ക്ലീനപ്പ് ചെയ്തതിനു ശേഷം രണ്ട് കോമ്പണൻറ്റ് ഉണ്ടാക്കണം, +1 +10. +1 കോമ്പണൻറ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ +1 ചെയ്യും. +10 കോമ്പണൻറ്റ് പാസ് ചെയ്ത് വരുന്ന വാല്യൂ +10 ചെയ്യും. ഇതിനുശേഷം പാരൻറ്റ് കോമ്പണൻറ്റിൽ കൗണ്ട് എന്നൊരു സ്റ്റേറ്റ് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റേറ്റിനെ +1 കോമ്പണൻറ്റിലോട്ടും +10 കോമ്പണൻറ്റിലോട്ടും പ്രോപ്പായിട്ട് പാസ് ചെയ്യണം. ഈ രണ്ട് കോമ്പണൻറ്റിലും പ്രോപ്പായി വരുന്ന ഈ വാല്യൂവിനെ +1 +10 ചെയ്ത് റിട്ടേൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പാരൻറ്റ് കോമ്പണൻറ്റിലാണ് ഈ സ്റ്റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഈ കോമ്പണൻറ്റ്സിൽ പോയിട്ട് സ്റ്റേറ്റ് സെറ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കോമൺ ആയിട്ട് വരുന്ന ഈ സ്റ്റേറ്റ്സിനെ പാരൻറ്റ് കോമ്പണൻസിലോട്ട് മൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് അപ്പ് എന്ന് പറയുന്നത്. വാട്ട് ആർ ഫ്രാഗ്മെൻറ്റ്സ്? നമുക്കറിയാം, റിയാക്റ്റിലെ സിംഗിൾ കോമ്പണൻറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ എലമെൻറ്റ്സിനെ റിട്ടേൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് റിയാക്റ്റ് എപ്പോഴും സിംഗിൾ എലമെൻറ്റിനെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ അലോ ചെയ്യുന്നുള്ളൂ. ഈ എലമെൻറ്റ്സ് HTML ടാഗ്സ് ആവട്ടെ, ഡിഫറെൻറ്റ് കോമ്പണൻസ് ആവട്ടെ, യൂഷ്വലി എല്ലാവരും ഒരു ഡിവിൻ്റെ ഉള്ളിൽ ഈ ചൈൽഡ് എലമെൻറ്റ്സിനെ റാപ്പ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യണത്. ബട്ട് ഇത് ഡോമിലോട്ട് എക്സ്ട്രാ ഡിവ്സ് ആഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫ്രാഗ്മെൻറ്റ്സ്. ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫ്രാഗ്മെൻ്റ് എന്നോ അത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റോ യൂസ് ചെയ്തോ നമുക്ക് ഈ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൂപ്പിലാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റ് കീബോർഡുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കീ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. Why React uses class name over class attribute? ക്ലാസ് എന്ന കീവേഡ് ജാവാസ്ക്രിപ്റ്റിൻ്റെ റിസർവ്ഡ് കീവേഡാണ്. നമ്മൾ എഴുതുന്ന JSX റിയാക്ട് ഇൻറ്റേർണലി ഒരു ഒബ്ജക്റ്റായി കൺവേർട്ട് ചെയ്താണ് റെൻഡറിങ്ങിന് യൂസ് ചെയ്യുന്നത്. ക്ലാസ്സിന് യൂസ് ചെയ്താൽ സിൻടാക്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടി റിയാക്ട് ക്ലാസ്സിന് പകരം ക്ലാസ് നെയിം യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. funcstyles.css എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നെയിം ഉണ്ടാക്കി കോമണിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഹെഡർ ടാഗിന് ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്ത CSS എന്താണ് ക്ലാസ് നെയിം എന്ന ആട്രിബ്യൂട്ടിലോട്ട് ഒരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗസറിൽ റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. How to conditionally apply class attributes? ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയും റീഡബിൾ ആയിട്ടും കണ്ടീഷണലി ക്ലാസ് നെയിംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. റിയാക്ട് ആപ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ ലോജിക്കിനെ ബേസ് ചെയ്ത് സ്റ്റൈലിംഗ് വരുന്ന റിക്വയർമെൻറ്റ് ഉണ്ടാവും. ക്ലാസ് നെയിം ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യാണ്ട് ടെംപ്ലേറ്റ് ലിറ്റർ ആയിട്ട് യൂസ് ചെയ്ത് എഴുതാണ്.
ഇവിടെ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് ട്രൂ ആണ്. ആ വാല്യൂവിനെ ബേസ് ചെയ്ത് ക്ലാസ് റെൻഡർ ചെയ്യാണ്. How to use styles in React. HTML ടാഗിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് എഴുതി അതിലോട്ട് CSS പ്രോപ്പർട്ടീസ് camel case ഫോർമാറ്റിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്ത സ്റ്റൈലിംഗ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. വാട്ട് ഈസ് ചിൽഡ്രൻ പ്രോപ്പ്? കോമ്പണൻസിലോട്ട് മറ്റു കോമ്പണൻസിനെ ഡാറ്റ ആയി പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോപ്പാണ് ചിൽഡ്രൻ പ്രോപ്പ്. കോഡ് ഒന്ന് ക്ലീനപ്പ് ചെയ്തതിനു ശേഷം കോമ്പണൻസിൻ്റെ സ്റ്റാർട്ട് ആൻഡ് ക്ലോസിംഗ് ടാഗിൽ പാസ് ചെയ്യുന്ന മറ്റു കോമ്പണൻസ്, അതായത് അതിൻ്റെ ചിൽഡ്രൻ ആയിട്ട് വരുന്ന കോമ്പണൻസ്, അതൊരു കോമ്പണൻറ്റ് ട്രീ ആയിട്ട് ഏത് കോമ്പണൻ്റ് വെച്ചാണോ ഈ ചിൽഡ്രനെ റാപ്പ് ചെയ്തിരിക്കുന്നത് ആ കോമ്പണൻറ്റിൽ ചിൽഡ്രൻ പ്രോപ്പ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. കാർഡ് എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് ഉണ്ടാക്കുക. ദെൻ ആ കാർഡ് എന്ന കോമ്പണൻറ്റിലോട്ട് ഇൻപുട്ടായി വരുന്ന പാരാമീറ്റർ സ്ട്രോപ്പാണ്. അതിനെ പ്രോപ്പ് ഡോട്ട് ചിൽഡ്രൻ യൂസ് ചെയ്യാതെ ജസ്റ്റ് ചിൽഡ്രൻ എന്ന് മാത്രമായിട്ട് ആ ഒബ്ജക്റ്റിനെ പ്രോപ്പ് ഒബ്ജക്റ്റിനെ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് മാത്രം പാസ് ചെയ്താൽ മതി. ദെൻ ഈ കോമ്പണൻറ്റിനെ എക്സ്പോർട്ട് ചെയ്യുക. ഫങ് കോമ്പണൻറ്റിൽ പോയിട്ട് കാർഡ് ഡോട്ട് JSX ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുക. റിട്ടേൺ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കാർഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക. അതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടന്റ് ആണോ വേണ്ടത് അത് പാസ് ചെയ്ത് കൊടുക്കുക. ബ്രൗസർ പോയി നോക്കിയാൽ നമുക്ക് കാണാം കാർഡ് എന്ന കോമ്പണൻറ്റിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ കാർഡ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായി. അതും നമ്മൾ ചിൽഡ്രൻ ആയിട്ട് പാസ് ചെയ്ത കണ്ടന്റ് കാർഡ് എന്ന് പറഞ്ഞ കണ്ടന്റും റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. ഫങ് കോമ്പണൻറ്റിൽ കാർഡ് റിട്ടേൺ ചെയ്യുന്നതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഇതിൻ്റെ റീയൂസബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഹൗ ടു യൂസ് ഇന്നർ HTML ഇൻ റിയാക്ട്. ഒരു HTML ഫയലിൽ ടാഗിൻ്റെ HTML കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ സെലക്ടർ യൂസ് ചെയ്ത് എലമെൻറ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡോട്ട് ഇന്നർ HTML API യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന HTMLനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേ പ്രോപ്പർട്ടി റിയാക്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചറാണ് ഡേഞ്ചറസ്ലി സെറ്റ് ഇന്നർ HTML. ഇതിനുള്ളിലോട്ട് അണ്ടർസ്കോർ HTML കീയുടെ വാല്യൂ ആയി നമുക്ക് വേണ്ട HTML കണ്ടന്റ് പാസ് ചെയ്ത് കൊടുത്താൽ അത് റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അഥവാ XSS വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് റിയാക്ട് ഈ പ്രോപ്പർട്ടീനെ ഡേഞ്ചറസ്ലി സെറ്റ് ഇന്നർ HTML എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. വാട്ട് ആർ ഹയർ ഓർഡർ കോമ്പണൻസ്? HOC എന്ന് പറയുന്നത് എന്താണ്? റിയാക്ട് കോമ്പണൻസിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ലോജിക്കിനെ ഈസിയായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെക്നിക്കാണ് ഹയർ ഓർഡർ കോമ്പണൻസ്. റിയാക്റ്റിൻ്റെ ഒരു കോമ്പോസിഷണൽ നേച്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണിത്. ഇതൊരു സെപ്പറേറ്റ് ഫീച്ചർ അല്ല. ഹയർ ഓർഡർ കോമ്പണൻസ് രണ്ട് തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്ന് ഒറിജിനൽ കോമ്പണൻറ്റിനെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാം. രണ്ടാമത്തത് റെൻഡർ പ്രോപ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. നമുക്കിതിൽ രണ്ടും നോക്കാം. കോഡ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാം. ഫസ്റ്റ് ഒറിജിനൽ കോമ്പണൻറ്റിനെ ഒരു പാരാമീറ്റർ ആയിട്ട് ഒരു ഹയർ ഓർഡർ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നതാണ്. ഈ എക്സാമ്പിളിൽ പറയാൻ പോകുന്നത് ബട്ടനെ എത്ര വട്ടം ക്ലിക്ക് ചെയ്തതെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹയർ ഓർഡർ കോമ്പണൻറ്റ് എഴുതുകയാണ്. ട്രാക്കർ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് ഉണ്ടാക്കി കോംബോ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് വിടാം. ഒരു ഫംഗ്ഷന് തന്നെ റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഒരു പ്രോപ്പ് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുന്നു. ദെൻ ആ ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റുള്ളിൽ കോംബോ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ ഒരു കോമ്പണൻ്റ് ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഈ കോമ്പണൻറ്റിനെ ഒരു ഡിവിൽ റാപ്പ് ചെയ്തിട്ട് ആ ഡിവിൽ ഓൺ ക്ലിക്ക് ഹാൻഡലർ എഴുതാണ്. ഇത് എന്തിനാ എഴുതാന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന ആക്ഷൻസ് ഓൺ ക്ലിക്ക് ആക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീച്ചർ കോൺഫിഗർ ചെയ്യാൻ പറ്റും.
അടുത്തതായി ഒരു ബട്ടൺ കോമ്പണന്റ് ഉണ്ടാക്കുകയാണ്. ഈ കോമ്പണന്റിലോട്ട് പ്രോപ്സ് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എടുത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ പ്രോപ്സ് ഡോട്ട് ലേബൽ റിട്ടേൺ ചെയ്യണം. ദെൻ പാരന്റ് കോമ്പണന്റ് ആയ ഫോം കോമ്പണന്റിൽ പോയി ട്രാക്കറിനെയും ബട്ടണെയും ഇമ്പോർട്ട് ചെയ്ത് ട്രാക്കറിനെ ഒരു ഫംഗ്ഷൻ പോലെ ഇൻവോക്ക് ചെയ്ത് ബട്ടൺ അതിലൊരു ആർഗ്യുമെന്റ് ആയി പാസ് ചെയ്യണം. ഇത് ബട്ടൺ വിത്ത് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്യണം. ദെൻ ഈ വേരിയബിളിനെ ഒരു കോമ്പണന്റ് ആയിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ പാസ് ചെയ്യണം. പ്രോപ്സ് ആയി ലേബിൾ എന്ന് പറഞ്ഞ ഒരു വാല്യൂ പാസ് ചെയ്യണം. ഈ രണ്ട് ബട്ടൺസും ബ്രൗസറിൽ റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. കൺസോൾ എടുത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ക്ലിക്ക് ഇവന്റ് ലോഗ് ചെയ്യുന്നത് കാണാം. ബേസിക്കലി ഹാൻഡിൽ ക്ലിക്ക് എന്ന ഫംഗ്ഷൻ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യണം വിത്തൗട്ട് റൈറ്റിംഗ് എക്സ്ട്രാ കോഡ്. ഹയർ ഓർഡർ കോമ്പണൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് റെൻഡർ പ്രോപ്സ്. ഇതിൽ ട്രാക്കറിനെ ഫംഗ്ഷൻ ആയിട്ട് ഇൻവോക്ക് ചെയ്ത് ബട്ടനെ പാരാമീറ്ററായി പാസ് ചെയ്യാതെ ഈ രണ്ട് കോമ്പണൻസിനെയും ആക്ച്വൽ കോമ്പണൻസ് ആയി തന്നെ പാസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ട്രാക്കറിനെ പാരന്റ് കോമ്പണൻ്റായും ബട്ടനെ ചൈൽഡ് കോമ്പണൻ്റായും പാസ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ട്രാക്കർ കോമ്പണൻറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. ഫസ്റ്റ് ചേഞ്ച്, നമ്മളിതിലോട്ട് കോംബോ എന്നൊരു കോമ്പണൻറ്റിന് പാസ് ചെയ്യുന്നുണ്ട്. അതെടുത്ത് മാറ്റി ജസ്റ്റ് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യുക. ദെൻ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനെ എടുത്തു മാറ്റുക. എന്നിട്ട് ആ ട്രാക്കർ കോമ്പണൻറ്റിൻ്റെ റിട്ടേൺ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കോംബോ എന്ന കോമ്പണൻ്റ് എടുത്ത് മാറ്റി പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ റിട്ടേൺ ചെയ്യുക. ട്രാക്കർ കോമ്പണൻറ്റിൻ്റെ ചൈൽഡായി പാസ് ചെയ്യുന്ന കോമ്പണൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ യൂസ് ചെയ്യുന്നത്. ട്രാക്കറിലോട്ട് നെയിം എന്ന് പറഞ്ഞ പ്രോപ്പും ബട്ടൺ കോമ്പണൻറ്റിൽ ലേബിൾ എന്ന് പറഞ്ഞ പ്രോപ്പും വെച്ച് ഇതിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രൗസർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ UI റെൻഡറായി വരുന്നത് കാണാം. ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്താൽ നമ്മുടെ മുന്നത്തെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സെയിം ഫങ്ഷണാലിറ്റി കാണാനും പറ്റുന്നതാണ്. വാട്ട് ആർ ലിമിറ്റേഷൻസ് ഓഫ് റിയാക്ട്? റിയാക്ട് വ്യൂ ലെയറിന് മാത്രം റെൻഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി മാത്രമാണ്. ഫുൾ ഫ്ലെജ്ഡ് ഫ്രെയിംവർക്ക് അല്ല. ഓൾസോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് അവർക്കൊരു ചെറിയൊരു ലേണിംഗ് കർവിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. ദെൻ റിയാക്റ്റിനെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഫ്രെയിംവർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ പാക്കേജസും കോൺഫിഗറേഷൻസും ആഡ് ചെയ്യേണ്ടി വരുന്നത്. അതൊരു ചലഞ്ചാണ്. ദെൻ കോമ്പണൻസ് ആർക്കിടെക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലെ ഡാറ്റ മാനേജ്മെൻറ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാകാനും അതിനെ മാനേജ് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി കൂടാനും സാധ്യതയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.